രുചിക്കൂട്ട്. പുലാവ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ഇതൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവയുമാണ്. പുലാവ് തന്നെ പല തരത്തിലുണ്ടാകാം. വെജിറ്റബിൾ തന്നെ ഉപയോഗിച്ച് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പനീർ പോലെയുള്ളവ ഇതിൽ ചേർക്കാം. ചിക്കൻ ഒക്കെ ചേർത്ത് നോൺ വെജ് രീതിയിൽ നമ്മൾക്കുണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ പലതരം സോസുകളും ഒക്കെ ചേർത്ത്, സെലറി പോലെയുള്ള ഹെർബ്സ് ഒക്കെ ചേർത്ത് ഫ്രൈഡ് റൈസിനെ നമുക്ക് കുറേ നല്ല ഫ്ലേവേർഡായിട്ട് രുചികരമായിട്ട് തയ്യാറാക്കാം. അതിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്കോ വെജിറ്റബിൾ സ്റ്റോക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലതരത്തിലുള്ള പുലാവും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു സാലഡോ അച്ചാറോ അതുപോലെ തന്നെ ചട്നിയോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. കഴിച്ചാൽ പോലും ഇത് ഒരു വളരെ ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് അരി ഇടുന്നുണ്ട്, പച്ചക്കറികൾ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ സമ്പന്നമായിട്ട് ചിലപ്പോൾ ഇറച്ചിയോ മുട്ടയോ ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു ഹോൾ മീൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇത് വളരെയധികം ഹെൽത്തിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നവയുമാണ്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾക്ക് ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ ടേസ്റ്റിലേക്ക് പോകാം. സാധാരണയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ഒരു സ്വീറ്റ് ട്രീറ്റ്, അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ആലോചിക്കാം. അപ്പോൾ ഒരു കപ്പ് ബസ്മതി റൈസ് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബസ്മതി റൈസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് പഴകുമ്പോഴാണല്ലോ കൂടുതൽ രുചികരമാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വെള്ളം തെളിയിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് വേവിക്കേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു നന്നായി കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കുക. ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഈ രീതിയിലുള്ള ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതവിടെ ഒരു 20 മിനിറ്റ് കുതിരട്ടെ. കുതിർന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഊറ്റി വെള്ളം കളയേണ്ടതും ആവശ്യമാണ്. അപ്പോഴേക്കും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് കുറച്ച് വാൾനട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ടാണ്. അത് ധാരാളം സിങ്ക് മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ അത്ര രുചിയില്ലെങ്കിലും കഴിക്കുന്ന ഒരു ശീലമാക്കേണ്ടത് നല്ലതാണ് എന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അത്തരത്തിലാണ് ഗവേഷകർ ഗുണങ്ങൾ പറയാറുള്ളത്. ഇപ്പോൾ വാൾനട്ട്, ബദാം, കശുവണ്ടി, മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് വയ്ക്കാം. ഇനി നമ്മളൊരു ഇത്തിരി കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് പാലിൽ ഇത്തിരി ഒന്ന് കലക്കി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ആപ്പിള്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിള്, ഒരു മാതള നാരങ്ങയുടെ പകുതി, അതൊക്കെ ഒന്ന് അടർത്തിയും മുറിച്ചും ഒക്കെ ശരിയാക്കി വയ്ക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഒരു പാത്രം നമ്മൾ അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ തന്നെ ബേ ലീഫ്, അതുപോലെ സാജീരകം, ഏലക്ക, കറുവാപ്പട്ട, ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് എള്ളും ചേർക്കാവുന്നതാണ് കേട്ടോ, കറുത്ത എള്ള്. അപ്പോൾ എള്ളും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഈ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇടുന്നു. അരിയും കൂടി ഇട്ട് നമ്മളത് വേവിക്കുന്നു. വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ചേർക്കുകയും ആവാം. അതിനുശേഷം ഈ അരി വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറുത്ത നട്ട്സുകൾ, അതുപോലെ തന്നെ പഴങ്ങൾ ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ കുങ്കുമപ്പൂ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് അതോടൊപ്പം തന്നെ കുറച്ച് നമ്മളുടെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്നത് പോലെ നല്ല ഉള്ളി അതും കൂടി സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നെയ്യിൽ വറുത്ത് കോരി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറുക. ആകെ കളർഫുള്ളാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഹെർബ്സ് ഇലകൾ വേണമെങ്കിൽ നമുക്കതിൽ മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഒരു ഗ്രീൻ കളറും കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ല കളർഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുലാവാണ്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. രുചിക്കൂട്ട്. നിർവഹണം ലീന.